الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري من تحتها الأنهار خالدين فيها أبدا رضي الله عنهم ورضوا عنه ذلك الفوز العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് മനുഷ്യനെ വലിയൊരു ലക്ഷ്യത്തിലാണ് അയച്ചത്. അതിന് ഖുർആനിന്റെ ഭാഷയിൽ ഇബാദത്ത് എന്ന് പറയുന്നു. അതായത് അള്ളാഹുവിനെ അറിയുകയും ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ അടിമത്തത്തിന് വേണ്ടി സമർപ്പിക്കുകയും ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ആരാധനയിലായി കഴിച്ചുകൂട്ടുകയും ചെയ്യുക. ഈ കാര്യം ജനങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് അള്ളാഹു മാതൃകാ പുരുഷന്മാരായി മഹാന്മാരായ നബിമാരെ അയച്ചു. നബിമാർ ഈ ലോകത്തേക്ക് വന്ന് അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ ശരിയായ നിലയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനെ സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്തു. ആ പരിശ്രമങ്ങളിൽ അവരെല്ലാവരും വിജയിക്കുകയുമുണ്ടായി. പടച്ചവന്റെ നടപടിക്രമമാണ് ആര് ഏതൊരു കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കുമോ അല്ലാഹു തആല അതിന്റെ ഫലം നൽകുമെന്നത്. പ്രത്യേകിച്ചും പടച്ചവന്റെ പൊരുത്തമായ പരിശ്രമവും പടച്ചവന്റെ പൊരുത്തത്തെ കരുതിക്കൊണ്ടുള്ള അധ്വാനവുമാണെങ്കിൽ അതിന് അല്ലാഹു ഉറപ്പായും ഫലം നൽകും. ചിലപ്പോൾ ആ ഫലം ചില തന്ത്രജ്ഞതയുടെ പേരിൽ ബാഹ്യമായി കുറഞ്ഞിരിക്കുമെങ്കിലും പിൽക്കാലങ്ങളിൽ പോലും അതിന്റെ ഫലങ്ങൾ ഉറപ്പായും പ്രകടമാകുന്നതാണ്. ഉദാഹരണത്തിന് മഹാന്മാരായ പ്രവാചകന്മാരിൽ ചിലരുടെ കഠിനമായ പരിശ്രമങ്ങളുടെ ഫലമായി വലിയ ഫലങ്ങളൊന്നും ഉണ്ടായില്ല. നൂഹ് നബി അലൈഹിസ്സലാമിന് 100ഓളം ആളുകൾ മാത്രമാണ് സത്യം സ്വീകരിക്കാനുണ്ടായത്. അതിന്റെ പേരിൽ മഹാനവറുകൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. ഉലുൽ അസ്ം ദൃഢചിത്ത പാതരായ പ്രവാചകന്മാർ എന്ന ഗണത്തിലാണ് 5 സുപ്രധാന നബിമാരുടെ കൂട്ടത്തിലാണ് നൂഹ് നബി അലൈഹിസ്സലാമിന് സ്ഥാനമുള്ളത്. കാരണം ഒന്നാമതായി മഹാനവറുകൾ പരിശ്രമിക്കേണ്ടതുപോലെ പരിശ്രമിച്ചു, അതിൽ യാതൊരു വീഴ്ചയും വരുത്തിയില്ല. രണ്ടാമതായി ദീനിന്റെ പരിശ്രമമെന്ന് പറയുന്നത് അത് ഒരു കൂട്ടായ അധ്വാനമാണ്, ഒരു ടീം വർക്ക് പോലെ. അതിൽ ചിലപ്പോൾ ഗോളടിക്കുന്നത് ആരെങ്കിലും ആണെങ്കിലും എല്ലാവരുടെയും അധ്വാനങ്ങൾ അതിലുണ്ടായിട്ടുണ്ട്. ഈ നിലയിൽ നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷം എന്തെല്ലാം പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ അതിലെല്ലാം മഹാനവറുകളുടെ ത്യാഗം കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്തിൽ മുഴുവനായും പിന്നീട് ഖുർആനിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം ആവർത്തിച്ച് പറഞ്ഞ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബാക്കളെയും മുഴുവൻ സത്യവിശ്വാസികളെയും പ്രചോദിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തരണത്തിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ കഠിനമായ ത്യാഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പരിശ്രമിക്കുകയും ആ പരിശ്രമത്തിലൂടെ ഫലം കണ്ടെത്തുകയും ചെയ്യുന്നവരുടെ മുഴുവൻ നന്മകളിലും ഒരു കുറവുമുണ്ടാകാതെ ആ നന്മകൾ നൂഹ് നബി അലൈഹിസ്സലാമിന് ലഭിക്കുന്നതാണ്. ചുരുക്കത്തിൽ മഹാന്മാരായ നബിമാരെല്ലാവരും അവരുടെ പരിശ്രമത്തിൽ വലിയ വിജയം വരിച്ചു. ഇതിലേറ്റവും കൂടുതൽ വിജയം വരിച്ച വ്യക്തിയാണ് ചരിത്രപരമായ നിലയിലും ബുദ്ധിപരമായും അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരും വിജയിച്ചു. അതിലേറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയത് ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളുടെ വിജയം രണ്ട് രീതിയിലാണ്. ഒന്ന്,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ 1,00,000-ൽ പരം സഹാബികൾ തയ്യാറാക്കപ്പെടുകയുണ്ടായി. അതിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, സമ്പന്നരുണ്ട്, സാധുക്കളുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്. എല്ലാവരും അടങ്ങിയ ഒരു ഉന്നത സമുദായം, അതിമഹത്തായ ഗുണങ്ങളുള്ളവർ, ഒരിക്കലും പരസ്പരം അനാവശ്യമായി വാഴ്ത്തി പറയാത്ത, അല്ലെങ്കിൽ പർവ്വതീകരിച്ച് ഒന്നും പറയാത്ത സഹാബികൾ തന്നെ അവരുടെ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നുണ്ട് അവർ ഉന്നതരായ ആളുകളായിരുന്നു എന്ന്. അവർക്ക് ശേഷമുള്ള മുസ്ലിം സമുദായത്തിലെ മുഴുവൻ മഹത്തുക്കളും സഹാബികളുടെ മഹത്വത്തിൽ ഏകോപിച്ചിരിക്കുന്നു. അവർ മാത്രമല്ല, അമുസ്ലിമീങ്ങളും ഇസ്ലാമിനെ വിമർശിക്കാൻ തൂലികയെടുത്ത പാശ്ചാത്യ ചിന്തകന്മാരും ഓറിയന്റലിസ്റ്റുകളും അവരും സഹാബികളുടെ മഹത്വം വ്യക്തമായ നിലയിൽ തുറന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും വായിക്കേണ്ട ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ബോർഡ് ചെയർമാൻ മൗലാന ഖാലിദ് സൈഫുല്ലാ റഹ്മാനിയുടെ മാനവികതയുടെ പ്രവാചകന്റെ അവസാനത്തെ അധ്യായം അമുസ്ലിമീങ്ങളുടെ ഉദ്ധരണികൾ വാരിക്കോരി കൊടുത്തുകൊണ്ടാണ്. അതിന്റെ ആധിക്യം കാരണം തർജ്ജമ ചെയ്ത വ്യക്തി അതിൽ പലതും വിടുകയും ചെയ്തു. അത്രമാത്രം അമുസ്ലിമീങ്ങളായ ആളുകൾ, പാശ്ചാത്യ ചിന്തകന്മാർ, അവർ മഹാന്മാരായ സഹാബികളെ പറ്റി പറയുന്നു. അതിനേക്കാളും അത്ഭുതം, അതിൽ മൗലാന അവറുകൾ അമുസ്ലിമീങ്ങളുടെ വേദങ്ങളുടെ ഉദ്ധരണികൾ കൊടുക്കുന്നു, ബൈബിളിൽ പറഞ്ഞ വാക്കുകൾ. എന്നല്ല, അതിലും അത്ഭുതം, ഹൈന്ദവ വേദങ്ങളിൽ മഹാന്മാരായ സഹാബികളെ പറ്റി പറഞ്ഞ വാർത്തകൾ. അന്ത്യപ്രവാചകന്റെ ജനനം മക്കയിലായിരിക്കും, മാതാവിന്റെ പേര് ആമിന സുമതി എന്നായിരിക്കും, പിതാവിന്റെ പേര് പടച്ചവന്റെ അടിമയെന്നായിരിക്കും, അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ താരതുല്യരായ ആളുകൾ കൂടുന്നതാണ്. അതിൽ 300-ൽ പരം ആളുകൾ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് പോരാട്ടത്തിൽ പങ്കെടുക്കുന്നതാണ്. അവസാനം 10,000 കൂട്ടുകാരോടൊപ്പം അദ്ദേഹത്തിന്റെ സ്വദേശത്തേക്ക് മടങ്ങി വരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. മുൻകഴിഞ്ഞ വേദങ്ങളിലും മഹാന്മാരായ സഹാബികളെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു. ذَلِكَ مَثَلُهُمْ فِي التَّوْرَاةِ وَمَثَلُهُمْ فِي الْإِنْجِيلِ. തൗറാത്തിലും ഇൻജീലിലും അവരെ പറ്റി പറഞ്ഞിരിക്കുന്നു. ബൈബിളിന്റെ വാക്കുകൾ തഫ്സീർ ഹസനിയിൽ മൗലാന അവറുകൾ കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് വായിക്കണം. അതിൽ ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്നും ബൈബിളിൽ മഹാന്മാരായ സഹാബികളെ പറ്റി പറഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയത്തിന്റെ ഒന്നാമത്തെ അടയാളം മഹാന്മാരായ സഹാബികളാണ്. അവർ ഒരു ഭാഗത്ത് എണ്ണത്തിൽ തന്നെ വളരെ കൂടുതൽ, 10 ലക്ഷം. പക്ഷേ അവരുടെ ക്വാണ്ടിറ്റിയേക്കാളും കൂടുതൽ ഉന്നതം ക്വാളിറ്റിയാണ്, അവരുടെ ഗുണവിശേഷണങ്ങളാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയത്തിന്റെ രണ്ടാമത്തെ അടയാളം ആ സഹാബികൾ വഴി ഇന്ന് വരെയും നീണ്ടു നിൽക്കുന്ന, ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഇമാം മഹദിയുടെയും മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെയും കരങ്ങളിൽ ഈ സത്യത്തിന്റെ വാഹക സംഘത്തിന്റെ കൊടി എത്തുന്നത് വരെയുമുള്ള ഒരു സുവർണ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. ഈ സമുദായത്തിന് എന്തെല്ലാം വീഴ്ചകളും ന്യൂനതകളും കുറവുകളും ഉണ്ടായാലും എല്ലാ കാലഘട്ടത്തിലും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുകയും അതിനുവേണ്ടി സർവസ്വവും സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു വിഭാഗം ആളുകൾ, വൽതക്കും മിൻകും ഉമ്മത്തുൻ, ഒരു വലിയ കൂട്ടം ആളുകൾ, യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് വിളിക്കുകയും, വയഅ്മുറൂന ബിൽ മഅറൂഫി, നന്മകൾ കൽപ്പിക്കുകയും, വയൻഹൗന അനിൽ മുൻകർ, തിന്മകൾ തടയുകയും ചെയ്യുന്നവരുണ്ടായിരിക്കും. വെറും നമ്മളുടെ ഇന്നത്തെ കാലഘട്ടവും നമ്മളുടെ പാവപ്പെട്ട നാട് മാത്രം എടുക്കിൽ അല്ലാഹു നമ്മളുടെ കാലഘട്ടത്തെ നന്നാക്കുമാറാകട്ടെ, നമ്മുടെ നാടിനെയും വീടിനെയും നന്നാക്കുമാറാകട്ടെ. സ്വാഭാവികമായിട്ട് ധാരാളം വീഴ്ചകളും കുറവുകളുമുണ്ട്. എങ്കിലും അല്ലാഹുവിന്റെ നല്ലവരായ ദാസന്മാർ, നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, പുരുഷന്മാര് മാത്രമല്ല സ്ത്രീകൾ ധാരാളം ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു മഹത്തായ, രസകരമായ, സന്തോഷകരമായ കാര്യമാണ്. നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, അതിലങ്ങേയറ്റം സന്തോഷിക്കുന്ന ധാരാളം ആളുകൾ. ചുരുക്കത്തിൽ
സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട അടയാളമാണ് മഹാന്മാരായ സഹാബികൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോട് ശത്രുതയുള്ള, ഈ സത്യത്തിന്റെ പ്രകാശം പരക്കുന്നതിനോട് ബുദ്ധിമുട്ടുള്ളവർ എന്നും തോണ്ടാനും മാന്താനും ശ്രമിച്ചിട്ടുള്ളത് മഹാന്മാരായ സഹാബികളെയാണ്. അള്ളാഹുവിനെ തൊട്ടുകളിച്ചാൽ ആളുകൾ തള്ളിക്കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ അതും പൊതുവിൽ ജനങ്ങൾ അതിനെ തള്ളിക്കളയും. പക്ഷേ മഹാന്മാരായ സഹാബികളെ പറ്റി കുറ്റങ്ങളും കുറവുകളും പറഞ്ഞാൽ അത് ജനങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ പിടികൂടുന്നതാണ്, ശക്തിയാകുന്നതാണ്. കൂടാതെ ഈ സമുദായത്തിന്റെ ഒരു ദുരന്തം എന്ന നിലയിൽ മഹാന്മാരായ സഹാബാക്കളുടെ ഉത്ഥാനങ്ങളും അവരുടെ പുരോഗതിയും കണ്ട് നെഞ്ചരിഞ്ഞ യഹൂദികളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വന്ന് മഹാന്മാരായ സഹാബികളെ അസഭ്യം പറയുന്നതും നിന്ദിക്കുന്നതും അത് മതമാക്കി മാറ്റിയ ഒരു പ്രത്യേക വിഭാഗം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അവരുടെ അന്ന് മുതൽ ഇന്ന് വരെയുമുള്ള പ്രധാനപ്പെട്ട ജോലി സഹാബികളെ പറ്റി കുറ്റങ്ങളും കുറവുകളും പറയലാണ്. അതിന്റെ ഫലമായി നിരവധി വ്യാജ വാർത്തകൾ അവർ പടച്ചുവിട്ടു. നല്ലവരായ ആളുകളും അതിൽ പലപ്പോഴും ആകൃഷ്ടരായി പോകുന്ന അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമായ വചനങ്ങളിലും ഒരു കാര്യം വ്യക്തമായി പറഞ്ഞാൽ അതിനെതിരിൽ ആര് എന്ത് കൊണ്ടുവന്നാലും, എന്ത് നിവേദനങ്ങൾ കൊണ്ടുവന്നാലും അതിന് വില കാണുകയില്ല, ശരിയാവുകയില്ല. നമ്മുടെ മുമ്പിൽ ഒരു പണ്ഡിതൻ നിൽക്കുന്നു, അദ്ദേഹത്തിനെ പിന്നെ നമുക്ക് നന്നായിട്ടറിയാം, ആള് നല്ലവനാണെന്ന് വളരെ വ്യക്തമായിട്ടറിയാമെങ്കിൽ ആര് അദ്ദേഹത്തിനെ എതിർത്ത് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല. പരിശുദ്ധ ഖുർആനാണ് സഹാബികളെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദീ പ്രബോധനം കേട്ടുകൊണ്ട് സത്യത്തിലേക്ക് കടന്നു വന്ന മുന്നമായി കടന്നു വന്ന അൻസാറുകളും മുഹാജിറുകളുമായ സഹാബികൾ, വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നല്ല മനസ്സോടെ കഴിവിന്റെ പരമാവധി ആ മഹാത്മാക്കളെ പിൻപറ്റിയവർ അവരുടെ കാലഘട്ടത്തിലും അവർക്ക് ശേഷവും റളിയല്ലാഹു അൻഹും വറദൂ അൻ, പടച്ചവൻ അവരിൽ സംപ്രീതനായിരിക്കുന്നു, അവരിലും പടച്ചവരിൽ തൃപ്തനായിരിക്കുന്നു. നോക്കില്ല ഈ വചനം, മഹാന്മാരായ സഹാബികൾ. എന്നിട്ട് പടച്ചവൻ പറയുന്നു ലോകാവസാനം വരെയും അവരെ പിൻപറ്റിയവർ. പടച്ചവന് പറയാമായിരുന്നു മഹാന്മാരായ സഹാബികൾ, പ്രവാചകരെ പിൻപറ്റിയവർ, അള്ളാഹുവിനെ അനുസരിച്ചവർ, അല്ലെങ്കിൽ നല്ലവർ. ഇല്ല, പടച്ചവൻ എടുത്തു പറയുന്നു ലോകാവസാനം വരെയും വല്ലവനും നന്നാകണമെന്നുണ്ടോ അതിനുള്ള ഏക മാർഗം സഹാബികൾ മാത്രമാണ്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് വെറുമൊരു വ്യക്തിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, തങ്ങളുടെ വേരുകൾ. നേരത്തെ പറഞ്ഞതുപോലെ മഹാന്മാരായ നബിമാർ, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയും. ആരെങ്കിലും ഈ വേരുകൾ നിന്ദിച്ചുകൊണ്ട് നബിതങ്ങളെ വാഴ്ത്തി പറയുന്നു, വാഴ്ത്തലല്ല അത്. 2, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹീത ജീവിതം, തിരുവ്യക്തിത്വം, മഹത്തായ പ്രവർത്തനങ്ങൾ, സേവനങ്ങൾ, ത്യാഗങ്ങൾ, അവസാനം ഈ ലോകത്തു നിന്നും അള്ളാഹുവിലേക്ക് യാത്രയാകുന്നത് വരെയുള്ള ഘട്ടം. 3, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പഴങ്ങൾ, ഫലങ്ങൾ. അതാകുന്നു മഹാന്മാരായ സഹാബികൾ. ആരെങ്കിലും നബിതങ്ങളുടെ വ്യക്തിത്വത്തെ വാഴ്ത്തി പറയുന്നു, ഫലങ്ങളെ നിന്ദിക്കുന്നു, എത്രയോ മോശമായിരിക്കും. എന്റെ ഫാക്ടറി ശരിയാണ് എന്നതിന്റെ അടയാളം അതിന് ഉൽപ്പന്നം നന്നാകലാണ്. എന്റെ കച്ചവടം ശരിയാണ് എന്നതിന്റെ അടയാളം അതിന്റെ വസ്തുക്കൾ നന്നാകലാണ്. ഈ സ്ഥാപനം വിജയപ്രദമാണ് എന്നതിന്റെ അടിസ്ഥാനം പ്രിയപ്പെട്ട പൊന്നു മക്കളാണ്, പെൺകുട്ടികളാണ്, ആൺകുട്ടികളാണ്. മഹാന്മാരായ സഹാബികളുടെ മഹത്വം അറിയണം. അതുകൊണ്ട് തന്നെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരെ വാഴ്ത്തി പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ. എന്നെല്ലാം ഹറമിലെ ഇമാമിന്റെ വാക്ക്, ഖുർആൻ തന്നെ സഹാബാക്കളുടെ മഹത്വമാണ്. അവരിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് ലഭിച്ചത്. അത് തന്നെ അവരുടെ സ്വത്താണ്.
അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സഹാബികളെ വാഴ്ത്തി പറഞ്ഞു, അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബികൾ താരതുല്യരാണ്, അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾക്ക് സന്മാർഗം കരസ്ഥമാക്കാൻ സാധിക്കും. അതിനുശേഷം സഹാബികൾ തന്നെ അവരെക്കുറിച്ച് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ മുഴുവനും ആ മഹാന്മാരെ വാഴ്ത്തി പറയുന്നു, പുകഴ്ത്തി പറയുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശക്തി ഇതിനെതിരിൽ അന്ന് മുതൽ ഇന്ന് വരെയും പരിശ്രമിക്കുന്ന കാരണത്താൽ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായി തോന്നുന്നവർക്ക് തോന്നുന്നത് പോലെ കാര്യങ്ങളെല്ലാം പറയാൻ സാധിക്കും. ഇത്തരമൊരു സാഹചര്യം വന്നപ്പോൾ മഹാന്മാരായ സഹാബികളെ നിന്ദിക്കുന്ന, നിസ്സാരപ്പെടുത്തുന്ന വല്ലാത്തൊരു പ്രവണത അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അത്തരം കാര്യങ്ങൾ നമ്മൾ കാണുകയോ കേൾക്കുകയോ ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്വയം ഒരു തീരുമാനമെടുക്കണം. ആരെങ്കിലും പടച്ചവനെ കുറ്റപ്പെടുത്തുന്നു, ആദരവായ റസൂലിനെ കുറ്റപ്പെടുത്തുന്നു, സഹാബത്തിനെ കുറ്റപ്പെടുത്തുന്നു, മഹാന്മാരെന്ന് സ്ഥിരപ്പെട്ടവരെ നിന്ദിക്കുന്നു, അവർ പറയും നമ്മൾ കേൾക്കാൻ പാടില്ല. ഇനി മനുഷ്യനാണ്, കേട്ടുപോയി. നമ്മൾ ഉടനെ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് അതിന് ശരിയായ നിവാരണം വരുത്തണം. അൽഹംദുലില്ലാഹ് മുഴുവൻ കാര്യങ്ങൾക്കും നിവാരണം അള്ളാഹു തർത്തീബാക്കിയിട്ടുണ്ട്. ബാക്കിയാത്ത സാലിഹാത്തുൽ ഉസ്താദന്മാർ നമ്മുടെ മദ്രസയിൽ വന്നു. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്ന മുഴുവൻ ആരോപണങ്ങളും പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, പൊടിതട്ടി എടുത്ത് പറയുന്നു എന്ന് മാത്രം. രണ്ട്, അതിനുള്ള മുഴുവൻ മറുപടികളും മുൻഗാമികൾ പറഞ്ഞു കഴിഞ്ഞു. അവർ പറഞ്ഞത് മാത്രമാണ് ശരി. അത് വിട്ടുകൊണ്ട് വേറെ വല്ലതും പറഞ്ഞാൽ ഞാൻ ഫൗളിലായി പോകും, തെറ്റിലായി പോകും. വ്യക്തമായ മറുപടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിബിധങ്ങളെ പറ്റി, സഹാബാക്കളെ പറ്റിയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ വിഷയത്തിൽ സൂക്ഷ്മത വേണം. അവർ അൽഹംദുലില്ലാഹ് 1 മണിക്കൂർ നേരം മഹാന്മാരായ സഹാബികളെ പറ്റി പറയും. നമ്മൾ കേൾക്കും, നമ്മളുടെ മക്കളെ കേൾപ്പിക്കുന്നു, സഹോദരങ്ങളെ കേൾപ്പിക്കുന്നു, സഹോദരിമാരെ കേൾപ്പിക്കും, മുസ്ലിമീങ്ങളെ അമുസ്ലിമീങ്ങളെ കേൾപ്പിക്കും. അതുപോലെ ജനങ്ങളെ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ഉത്ബുദ്ധരാക്കി. എന്തെങ്കിലും സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരോട് നമ്മൾ ചോദിച്ച് നമ്മൾ അതിന് നിവാരണം വരുത്തി എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.